ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കേസിലും എങ്ങനെയാണ് ടോട്ടൽ ആനുവൽ കോസ്റ്റ് വരാൻ നോക്കാം. ഹായ് ഓൾ, വെൽക്കം ടു ACCA മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് റിവിഷൻ സീരീസ്. ഐ എം അഞ്ജലി പീറ്റർ, യു ആർ ACCA ഫാക്കൽറ്റി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അക്കൗണ്ടിംഗ് ഫോർ മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ മെറ്റീരിയൽ കൺട്രോൾ ഡോക്യുമെന്റ്സ് നമ്മൾ പഠിച്ചു, ഇതുപോലെ ഇൻവെന്ററി കോസ്റ്റ്, ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കവർ ചെയ്തത്. അപ്പോൾ ഇൻവെന്ററി കോസ്റ്റിൽ ഏതൊക്കെ ഇൻവെന്ററി കോസ്റ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നവരെ ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എന്താണ് EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അറ്റ് എ ടൈം ഓർഡർ ചെയ്യുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഓർഡർ ലാർജ് സൈസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഓർഡറിങ് കോസ്റ്റ്, കുറച്ച് നമ്പർ ഓഫ് ഓർഡേഴ്സ് ഓർഡർ ചെയ്താൽ മതി, ഓർഡറിങ് കോസ്റ്റ് കുറയും. അപ്പോൾ ഈ ഒരു ഓർഡറിങ് കോസ്റ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ മെറ്റീരിയൽ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് കുറയുമ്പോൾ നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് കൂടും. ഇനി എന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കുറച്ച് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ ചെയ്യാന്ന് വെച്ചാലോ, കുറച്ച് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് കുറയും, പക്ഷെ കൂടുതൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർഡറിംഗ് കോസ്റ്റിന് എന്ത് സംഭവിക്കും? ഓർഡറിംഗ് കോസ്റ്റ് കൂടും. അപ്പോൾ ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓർഡറിംഗ് കോസ്റ്റ് കുറഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് കൂടും, ഇനി ഹോൾഡിംഗ് കോസ്റ്റ് കുറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ്, ഓവറോൾ മെറ്റീരിയൽ കോസ്റ്റ് മിനിമം ആക്കാനായിട്ട്, ഏറ്റവും മിനിമം ആക്കാനായിട്ട് ഈ ഒരു രണ്ട് കോസ്റ്റുകളും മിനിമം ആകുന്ന, ഈ രണ്ട് കോസ്റ്റുകളുടെയും ടോട്ടൽ മിനിമം ആകുന്ന ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇസ് ദ ഓർഡർ സൈസ് ദാറ്റ് മിനിമൈസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്, ദാറ്റ് ഈസ് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ്. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഏറ്റവും മിനിമം ആകാനായിട്ട്, ഏറ്റവും കുറവാവാനായിട്ട് ഒരു തവണ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്ലേസ് ചെയ്യണം? അതായത് നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റിൻ്റെയും ടോട്ടൽ ഏറ്റവും കുറവായിരിക്കാനായിട്ട്, ഇൻവെന്ററി കോസ്റ്റ് ഏറ്റവും കുറവാകാനായിട്ട് നമ്മൾ ഒരു തവണ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഒരു തവണ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്യാം, എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാം, അതാണ് എന്ത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്: എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓർ EOQ ഈക്വൽ ടു √2COD ഡിവൈഡഡ് ബൈ CH. ഇവിടെ CO എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് ആണ്, CH ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. ഇനി D എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആനുവൽ ഡിമാൻഡ് ആണ്. ഈ ഒരു വർഷം നമുക്ക് എത്ര മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, നമ്മുടെ ആനുവൽ ഡിമാൻഡ് ആണ് D വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: A company uses components at the rate of 500 units per month. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് ഒരു മാസം ആവശ്യമുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? 500 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിമാൻഡ് എത്രയായിരിക്കും വരുന്നത്? 500 ആണോ? ഡിമാൻഡ് 500 ആണ്, പക്ഷെ എന്തല്ല, ആനുവൽ ഡിമാൻഡ് അല്ല, മന്ത്ലി ഡിമാൻഡ് ആണ്. നമുക്ക് എന്ത് വരുന്നത്? മന്ത്ലി ഡിമാൻഡ് വരുന്നത് 500 ആണ്. നമ്മുടെ ഇക്വേഷനിലുള്ള D എന്ന് പറയുന്നത് എന്താണ്? മന്ത്ലി ഡിമാൻഡ് ആണോ? അല്ലവ, ആനുവൽ ഡിമാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ച്വൽ D, ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 500 ഇൻറ്റു 12, 6000 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ആനുവൽ ഡിമാൻഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? പെർം വിച്ച് ആർ ബോട്ട് ഇൻ അറ്റ് എ കോസ്റ്റ് ഓഫ് $1.20 ഈച്ച് ഫ്രം ദി സപ്ലയർ. ഇനി നമ്മൾ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എത്രയാണ്? നമ്മുടെ പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $1.20 ആണ് എന്ത്? നമ്മുടെ പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് കോസ്റ്റ് $20 ഈച്ച് ടൈം ടു പ്ലേസ് ആൻ ഓർഡർ. ഇനി ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണ്? ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ നമുക്ക് വരുന്നത് $20 ആണ്. നെക്സ്റ്റ് ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിഗാർഡ്ലെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓർഡർ, ദ ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് ഈസ് 20% പെർ ആനം ഓഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി ഹെൽഡ്. ഇനി നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എന്താണ്? 20% ആയിരിക്കും. എന്തിൻ്റെ 20% എടുക്കേണ്ടത്?
നമ്മുടെ purchase price per unit purchase priceന്റെ 20% ആണ് ഹോൾഡിംഗ് കോസ്റ്റ് വരിക. അപ്പോൾ പർച്ചേസ് പ്രൈസ് per unit 1.2 ആണ്. അതിൻ്റെ 20% ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ 1.2 into 20% 0.24 ആണ് നമുക്ക് എന്ത് വരാം, ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ TAC എന്താണ്, ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് എന്താണ്, √2COD ഡിവൈഡഡ് ബൈ CH ആണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ √2 into CO എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഓർഡർ ആണ്. പെർ ഓർഡർ കോസ്റ്റ് നമുക്ക് വരുന്നത് $20 ആണ്. ഇൻറ്റു ഡി എന്താണ്, ആനുവൽ ഡിമാൻഡ് ആണ്. മന്ത്ലി ഡിമാൻഡ് 500 into 12, ആനുവൽ ഡിമാൻഡ് എത്ര വന്നു, 6000 ആണ് നമുക്ക് ആനുവൽ ഡിമാൻഡ് വന്നത്. ഡിവൈഡഡ് ബൈ CH ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എത്രയാണ്, 0.24 ആണ് ഇത് ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം വന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന ടൈമിൽ 2 into 20 into 6000 2,40,000 കിട്ടും. ഡിവൈഡഡ് ബൈ 0.24 നമുക്ക് വരുന്നത് 10 lakh ആയിരിക്കും. അതിൻ്റെ റൂട്ട് കാണുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും, √10,00,000 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടുന്നത്. എത്രയാണ്, 1000 യൂണിറ്റ്സ് ആണ്. അതായത് ഒരു ഓർഡറിൽ 1000 യൂണിറ്റ്സ് ഓർഡർ ചെയ്താലായിരിക്കും നമ്മുടെ ഓർഡറിങ് കോസ്റ്റും അതുപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റും ഏറ്റവും മിനിമം ആകുന്നത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ചെയ്യുന്ന ടൈമിൽ കോമൺലി സ്റ്റുഡൻസ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, റൂട്ട് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യാതെ അതിന് മുമ്പ് റൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് റൂട്ട് വരുന്നത് 2COD ഡിവൈഡഡ് ബൈ CH, അതിൻ്റെ റൂട്ട് ഓവറോൾ റൂട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1000 യൂണിറ്റ്സ് ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുക, TAC, അതായത് നമുക്ക് ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി 1000 ആണ് വരുന്നത്. അതുപോലെ ഹോൾഡിംഗ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് 0.24 പെർ യൂണിറ്റ് ആയിരുന്നു. അതുപോലെ ആനുവൽ ഡിമാൻഡ് എത്രയായിരുന്നു, 6000 ആയിരുന്നു ആനുവൽ ഡിമാൻഡ്. ഇനി ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ മെയിൻലി 3 കോസ്റ്റുകളാണ് വരുന്നത്. ആനുവൽ പർച്ചേസ് കോസ്റ്റ് പ്ലസ് ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ്. ഇത് 3 കൂടെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് വരുന്നത്. അപ്പോൾ പർച്ചേസ് കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ ഒരു വർഷം നമുക്ക് ആവശ്യമുള്ളത് എത്ര യൂണിറ്റ്സ് ആണ്, 6000 യൂണിറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് എത്രയാകും, 6000 ഇൻറ്റു പെർ യൂണിറ്റ് പ്രൈസ് 1.2 ആണ്. അപ്പോൾ 6000 ഇൻറ്റു 1.2 പ്ലസ് നമ്മുടെ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ്. ഇവിടെ ഓർഡറിംഗ് കോസ്റ്റ് ഒരു ഓർഡറിന് നമുക്കറിയാം, ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ നമുക്ക് എത്രയാണ്, $20 ആണ് വരുന്നത്. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും, ഒരു ഓർഡറിന് $20 ആണ്. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം എന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഓർഡേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു വർഷം നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് ഓർഡേഴ്സ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്പർ ഓഫ് ഓർഡേഴ്സ് വരുന്നത്. ഇവിടെ ഡിമാൻഡ് ഒരു വർഷം നമുക്ക് ആവശ്യമുള്ളത് 6000 ആണ്. ഡിവൈഡഡ് ബൈ അറ്റ് എ ടൈം ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് 1000 യൂണിറ്റ്സ് ആണ്. അത് എങ്ങനെ കിട്ടി, ഇതാണ് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഒരു തവണ ഓർഡർ ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് 6000 ഡിവൈഡഡ് ബൈ 1006 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്പർ ഓഫ് ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ 20 into 6 ആണ് നമുക്ക് എന്ത് വരുന്നത്, ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് വരും. ഇനി ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് എത്രയായിരിക്കും, ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്, 0.24 ആണെന്ത് പെർ യൂണിറ്റ് പെർ ആനം ഹോൾഡിംഗ് കോസ്റ്റ് വരാം ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ചെയ്യുക.
എന്താ ആവറേജ് ഇൻവെൻട്രി? ഹോൾഡിംഗ് കോസ്റ്റിന്റെ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് ഇക്വേഷൻ വരുന്ന ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ആണ്. അതായത് ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ആവറേജ്, അതായത് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ആവറേജ് ഇൻവെൻട്രി വരുന്നത്. ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ ക്വാണ്ടിറ്റി വരുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി 1000 ആണ്. 1000 ഡിവൈഡഡ് ബൈ 2 500 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ആവറേജ് ഇൻവെന്ററി വരുന്നത്. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് കോസ്റ്റ് നമുക്ക് ആനുവൽ പർച്ചേസ് കോസ്റ്റ് എത്രയായിരിക്കും? 6000 ഇൻറ്റു 1.2 7200 ആണ്. പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് നമുക്ക് എത്രയായിരിക്കും? 20 ഇൻറ്റു 6 120 ആയിരിക്കും വരുന്നത്. പ്ലസ് ഹോൾഡിംഗ് കോസ്റ്റ് 500 ഇൻറ്റു 0.24 എത്രയാണ്? 120 ആണ് ഹോൾഡിംഗ് കോസ്റ്റ് വരിക. ടോട്ടൽ ചെയ്യുക 7200 പ്ലസ് 120 പ്ലസ് 120 $7,440 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇക്വേഷൻ എന്തായിരുന്നു? √2COD ഡിവൈഡഡ് ബൈ CH ആണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, മന്ത്ലി ഡിമാൻഡ് അല്ല, എന്താണ്? ആനുവൽ ഡിമാൻഡാണ്. അതുപോലെ CO എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ഓർഡർ ആണ്. ഒരു ഓർഡറിന് നമുക്ക് വരുന്ന കോസ്റ്റ് ആണ്. CH എന്താണ്? ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ആണ്. അത് ഇപ്പോഴും നമ്മൾ പെർസെൻറ്റേജിലായിരിക്കും കിട്ടുക. അപ്പോൾ പെർ യൂണിറ്റിന് പർച്ചേസ് പ്രൈസ് ഇൻറ്റു ആ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി ആനുവൽ ഇൻവെൻറ്ററി കോസ്റ്റിന് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ല കഴിഞ്ഞ വീഡിയോയിലായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പർച്ചേസ് കോസ്റ്റ് പ്ലസ് ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് പ്ലസ് ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് ആണ് എന്ത്, നമുക്ക് ഈ ഒരു ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് വരുന്നത്. അപ്പോൾ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇൻറ്റു പർച്ചേസ് പ്രൈസ് ആയിരിക്കും. ദെൻ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റോ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു പെർ ഓർഡർ കോസ്റ്റ്. ദെൻ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റോ പെർ യൂണിറ്റ് ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ആണ്. നമുക്ക് ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ആനുവൽ കോസ്റ്റ് കിട്ടുന്നത്. ഇനി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നെക്സ്റ്റ് വരുന്ന ഒരു കേസാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വിത്ത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. അതായത് ചില കേസിൽ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ സപ്ലയർ നമുക്ക് ഡിസ്കൗണ്ട് തരാറുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. 1000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഒരു ഓർഡറിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് വരുന്നത് ഒരു $1.20 ആയിരുന്നു. ഇനി സപ്ലയർ നമ്മുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ 1000 ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്യല്ലേ, അറ്റ് എ ടൈം ഒരു ഓർഡറിൽ നിങ്ങൾ ക്വാണ്ടിറ്റി ഒരു 2000 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുക. 2000 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് നമ്മൾ കുറച്ച് തരാം, ഒരു ഡിസ്കൗണ്ട് തന്നിട്ട് ഒരു $1 ഒരു യൂണിറ്റിന് പർച്ചേസ് പ്രൈസ് തന്നാൽ മതി. ഒരു 0.2 നമുക്ക് എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് തരാം. അപ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ട് തരുന്ന കേസിൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ 1000 യൂണിറ്റ്സ് ഓർഡർ ചെയ്യണോ അതേ 2000 യൂണിറ്റ്സ് കുറഞ്ഞ പ്രൈസിൽ ഓർഡർ ചെയ്യണം? ആ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും നമ്മളത് ഡിസൈഡ് ചെയ്യാം? അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് നമുക്കുണ്ട്. അതിന് മുമ്പ് ഈ ഒരു ഡിസ്കൗണ്ട് വരുന്ന കേസിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചേഞ്ച് വരാം? ഫസ്റ്റ് നമ്മുടെ പർച്ചേസ് കോസ്റ്റിൽ എന്ത് സംഭവിക്കും? പർച്ചേസ് പ്രൈസ് കുറഞ്ഞു, അതുകൊണ്ട് തന്നെ പർച്ചേസ് കോസ്റ്റ് കുറയും. ഇനി ഹോൾഡിംഗ് കോസ്റ്റിൽ എന്ത് സംഭവിക്കും? ഹോൾഡിംഗ് കോസ്റ്റിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടിയില്ലേ, കൂടുതൽ യൂണിറ്റ്സ് ഓർഡർ ചെയ്യുമ്പോഴല്ലേ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻവെൻട്രി കൂടിയത് കൊണ്ട് തന്നെ ഹോൾഡിംഗ് കോസ്റ്റ് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. ഇനി ഓർഡറിംഗ് കോസ്റ്റിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ് നമ്പർ ഓഫ് ഓർഡേഴ്സ്. ഡിമാൻഡ് മാറുന്നില്ല, ഒരു തവണ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ മാറുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ 6 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് കേസിൽ നമ്മൾ 3 ഓർഡേഴ്സ് പ്ലേസ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറഞ്ഞു, അതുകൊണ്ട് തന്നെ ഓർഡറിംഗ് കോസ്റ്റിൽ എന്ത് സംഭവിക്കും? ഓർഡറിംഗ് കോസ്റ്റ് കുറയും. അപ്പോൾ നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്, ഓർഡറിംഗ് കോസ്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്, പർച്ചേസ് കോസ്റ്റും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? 1000 യൂണിറ്റ്സ് ഓർഡർ ചെയ്യണോ 2000 യൂണിറ്റ്സ് ഓർഡർ ചെയ്യണം? അത് ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കാൽക്കുലേറ്റ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇഗ്നോറിങ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കൗണ്ട് ഒന്നും എടുക്കാതെ ഫസ്റ്റ് എന്ത് ചെയ്യുക? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക?
ചെക്ക് ഇഫ് EOQ ക്വാളിഫൈസ് ഫോർ ഡിസ്കൗണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു 1000 യൂണിറ്റ്സിന് തന്നെ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1000 യൂണിറ്റ്സിൽ ഓർഡർ ചെയ്യാം, കുഴപ്പമില്ല. അല്ല, ഈ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈ ഒരു സപ്ലയർ പറയുന്ന 2000ലും ബിലോ ആണ്. ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ലെസ് ദാൻ മിനിമം ക്വാണ്ടിറ്റി, അതായത് മിനിമം 2000 പർച്ചേസ് ചെയ്താൽ ഡിസ്കൗണ്ട് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മുടെ ആ ഒരു സപ്ലയർ ഡിസ്കൗണ്ട് ക്വാളിഫൈ ചെയ്യുന്ന അതിലും കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് അറ്റ് EOQ ആൻഡ് ടോട്ടൽ ആനുവൽ കോസ്റ്റ് അറ്റ് ഡിസ്കൗണ്ട് ക്വാണ്ടിറ്റി. അതായത് ഈ രണ്ട് ക്വാണ്ടിറ്റി വരുന്ന കേസിലും 1000 ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യുന്നതാണ് ഫസ്റ്റ് കേസ്, 2000 ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യുന്നതാണ് സെക്കൻഡ് കേസ്. ഈ രണ്ട് കേസിലും എന്ത് ചെയ്യുക, ടോട്ടൽ ആനുവൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏത് കേസിലാണോ കോസ്റ്റ് കുറവുള്ളത് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ ഡിസ്കൗണ്ട് കിട്ടുന്ന ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്നു. രണ്ട് കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ആനുവൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ട് കേസിലും എന്ത് ചെയ്യുന്നു, 1000 യൂണിറ്റ്സ് വരുമ്പോഴും 2000 യൂണിറ്റ്സ് വരുമ്പോഴും ഉള്ള ടോട്ടൽ ആനുവൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏതിലാണോ കോസ്റ്റ് കുറവ് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, എ കമ്പനി യൂസസ് കമ്പോണൻസ് അറ്റ് ദ റേറ്റ് ഓഫ് 500 യൂണിറ്റ്സ് പെർ മന്ത്. അപ്പോൾ 500 യൂണിറ്റ്സ് പെർ മന്ത് ആണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ആർ ബോട്ട് ഇൻ അറ്റ് എ കോസ്റ്റ് ഓഫ് $1.20 ഈച്ച് ഫ്രം ദി സപ്ലയർ. അപ്പോൾ നമ്മുടെ മന്ത്ലി ഡിമാൻഡ് വരുന്നത് എത്രയാണ്? മന്ത്ലി ഡിമാൻഡ് വരുന്നത് 500 ആണ്. അങ്ങനെയാണെങ്കിൽ ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനിലൊക്കെയുള്ള ഡി എത്രയാണ്? 500 × 12 എത്രയായിരിക്കും? 6000 ആണ് വരുന്നത്. ഇനി നമ്മുടെ പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് വരുന്നത് എത്രയാണ്? പർച്ചേസ് കോസ്റ്റ് വരുന്നത് $1.20 ആണ്. ഇനി ഇറ്റ് കോസ്റ്റ് $20 ഈച്ച് ടൈം ടു പ്ലേസ് ആൻ ഓർഡർ റിഗാർഡ്ലെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓർഡർ. എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ ചെയ്താലും നമുക്ക് ഒരു ഓർഡറിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $20 ആണ്. ഇനി ദ സപ്ലയർ ഓഫേഴ്സ് എ 5% ഡിസ്കൗണ്ട് ഓൺ ദ പർച്ചേസ് പ്രൈസ് ഫോർ ഓർഡർ quantities 2000 items or more. The current EOQ is 1000 units. അതായത് കറന്റ് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് എത്രയാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഓർഡറിൽ നമ്മൾ 1000 യൂണിറ്റ്സ് ആണ് ഓർഡർ ചെയ്യേണ്ടത്. പക്ഷെ സപ്ലയർ നമ്മുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ 2000 എബവ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, എബവ് 2000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസിൽ എന്ത് കിട്ടും? ഒരു 5% ഡിസ്കൗണ്ട് കിട്ടും. ഒരു 5% എന്ത് ചെയ്യും? പർച്ചേസ് പ്രൈസിൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കറന്റ് പർച്ചേസ് പ്രൈസ് $1.20 ആണ്. 5% ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്രൈസ് എത്രയാകും? ഒരു 95% ആകും. അപ്പോൾ 1.2 × 95% എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്രൈസ് എത്രയാകും? ഒരു $1.14 ആയി എന്ത് കുറയും? നമ്മുടെ പർച്ചേസ് പ്രൈസ് കുറയുന്നുണ്ടാകും. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോൾഡിംഗ് കോസ്റ്റ് ഈസ് 20% പെർ ആനം ഓഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി ഹെൽഡ്. ഇനി നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത് എത്രയാണ്? 20% ആണ്. അതായത് നമ്മുടെ പർച്ചേസ് പ്രൈസിൻ്റെ 20% ആണ് ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് നമ്മൾ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ? 1000 യൂണിറ്റ്സ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ തന്നെ പർച്ചേസ് ചെയ്താൽ മതിയോ? അതേ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്ത് 2000 യൂണിറ്റ്സ് അറ്റ് എ ടൈം പർച്ചേസ് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം? ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് കേസിലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടോട്ടൽ ആനുവൽ കോസ്റ്റ് വരാൻ നോക്കുക. ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഏറ്റവും മിനിമം ആകുന്ന കേസായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കേസിലും എങ്ങനെയാണ് ടോട്ടൽ ആനുവൽ കോസ്റ്റ് വരാൻ നോക്കാം. അപ്പോൾ രണ്ട് കേസാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. 1000 യൂണിറ്റ്സ് ആണ് ഒരു ഓർഡറിൽ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു കേസ്. സെക്കൻഡ് കേസ് നമ്മൾ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്ത് ഒരു ഓർഡറിൽ 2000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന
കേസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് പർച്ചേസ് കോസ്റ്റ് എത്രയായിരിക്കും വരിക? ആനുവൽ പർച്ചേസ് കോസ്റ്റ്, അതായത് ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് കോസ്റ്റും ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റും ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 1000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ പർച്ചേസ് കോസ്റ്റ് എത്രയാണ് വരിക? നമുക്ക് ടോട്ടൽ ആ ഒരു വർഷം പർച്ചേസ് ചെയ്യേണ്ട ഡിമാൻഡ് എന്ന് പറയുന്നത് 6000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പർച്ചേസ് കോസ്റ്റ് വരുന്നത് 6000 ഇൻറ്റു പെർ ഓർഡർ നമുക്ക് പർച്ചേസ് പ്രൈസ് വരുന്നത് 1000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് വരുന്നത് 1.2 ആണ്. അപ്പോൾ 6000 ഇൻറ്റു 1.2 പർച്ചേസ് കോസ്റ്റ് വരുന്നത് 7200 ആണ്. ഇനി സെക്കൻഡ് കേസിലും 2000 യൂണിറ്റ്സ് ഒരു ഓർഡറിൽ പർച്ചേസ് ചെയ്താലും ആ ഒരു വർഷം ടോട്ടൽ പർച്ചേസ് ചെയ്യേണ്ടത് എത്ര തന്നെയാണ്? 6000 യൂണിറ്റ്സ് തന്നെയാണ് ഡിമാൻഡ് ഒരു വർഷം പർച്ചേസ് ചെയ്യേണ്ടത്. 6000 ഇൻറ്റു സെക്കൻഡ് കേസിൽ പർച്ചേസ് പ്രൈസിൽ എന്ത് സംഭവിക്കും? ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഡിസ്കൗണ്ട് കിട്ടി എത്രയാകും? 2000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് പ്രൈസ് എത്രയായി? 5% കുറഞ്ഞു, 95% ആയി. എത്രയായി? 1.14 ആയി. അപ്പോൾ $1.14 ആയി എന്ത് പർച്ചേസ് പ്രൈസ് വരുന്നത്. അപ്പോൾ 6000 ഇൻറ്റു 1.14 നമുക്ക് എത്ര വന്നു? 6840 ആണ് നമുക്ക് എന്ത് വരുന്നത്? പർച്ചേസ് പ്രൈസ് വരുന്നത്. ഇനി എന്തുകൂടെ നോക്കാം? നെക്സ്റ്റ് നമുക്ക് ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് നോക്കാം. ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് നോക്കാം. ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. നമ്പർ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. അപ്പം നമ്മൾ 1000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്താലും 2000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്താലും ഒരു ഓർഡറിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? $20 ആയിരിക്കും. $20 ആയിരിക്കും. പെർ ഓർഡർ നമുക്ക് കോസ്റ്റ് വരുന്നത് 20 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ഓർഡേഴ്സ് എങ്ങനെയാണ് വരിക? നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. അതായത് ഫസ്റ്റ് കേസിൽ 6000 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ആവശ്യമുള്ളത്. ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്യുന്നത് 1000 യൂണിറ്റ്സ്. സോ 6000 ഡിവൈഡഡ് ബൈ 1000 6 ആയിരിക്കും നമ്പർ ഓഫ് ഓർഡേഴ്സ് വരുന്നത്. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് ഡിമാൻഡ് എത്ര തന്നെയാണ്? 6000 തന്നെയാണ്. ക്വാണ്ടിറ്റി മാറി. ക്വാണ്ടിറ്റി ഒരു തവണ നമ്മൾ എത്ര ഓർഡർ ചെയ്യുന്നത്? 2000 ആയി. അപ്പോൾ 6000 ഡിവൈഡഡ് ബൈ 2000 നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്രയായി? കുറഞ്ഞു. നമുക്ക് 3 ആയി നമ്പർ ഓഫ് ഓർഡേഴ്സ്. അപ്പോൾ 20 ഇൻറ്റു 6ഉം 20 ഇൻറ്റു 3ഉം ആണ് നമുക്ക് എന്ത് വരിക? ഓർഡറിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 120, സെക്കൻഡ് കേസിൽ 60 ആണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ്, ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ്. ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ നമുക്ക് വരുന്നത്? ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ആണ്. ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ആണ് നമുക്ക് എന്ത് വരിക? ഇക്വേഷൻ വരാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് വരുന്നത് 20% ആണ്. ഫസ്റ്റ് കേസിൽ പർച്ചേസ് പ്രൈസ് വരുന്നത് 1.2 ആണ്. 1.2 ഇൻറ്റു അതിൻ്റെ എന്താണ്? 20.2 ഇൻറ്റു 20% ആണ് നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് വരിക. ഇൻറ്റു 20% ആണ് ഹോൾഡിംഗ് കോസ്റ്റ് വരിക. ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി. ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ ക്വാണ്ടിറ്റി 1000 ആണ്. 1000 ഡിവൈഡഡ് ബൈ 2 500 ആണ് നമുക്ക് ആവറേജ് ഇൻവെൻട്രി വരുന്നത്. അപ്പോൾ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് എത്രയായിരിക്കും വരുന്നത്? 1.2 ഇൻറ്റു 20% ഇൻറ്റു 500 നമുക്ക് എത്ര വന്നു? 120 ആണ് നമുക്ക് എന്ത് വരാം? ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് വരാം. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കേസിൽ 2000 യൂണിറ്റ്സ് ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് 20% ആണ്. ഇതിൻ്റെ 20% ആണ്. പർച്ചേസ് പ്രൈസിൻ്റെ 20%. സെക്കൻഡ് കേസിൽ പർച്ചേസ് പ്രൈസ് എത്രയായി? $1.14 ആയി. അതായത് 2000
പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പർച്ചേസ് പ്രൈസ് കുറഞ്ഞ് എത്രയായി 1.14 ആയി. അതിൻ്റെ 20% ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്, ഹോൾഡിംഗ് കോസ്റ്റ് എടുക്കേണ്ടത് ഇൻറ്റു 20% ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി. ആവറേജ് ഇൻവെൻട്രി എത്രയാണ്, ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ ക്വാണ്ടിറ്റി 2000 ആണ്, ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 1000 ആണ് നമുക്ക് എന്ത് വരാം, ആവറേജ് ഇൻവെൻട്രി വരാം. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എത്രയായിരിക്കും, 1.14 ഇൻറ്റു 20% ഇൻറ്റു 1000 എത്രയാണ്, 228 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് വരാം. ഇനി ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ പർച്ചേസ് കോസ്റ്റും ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എത്രയായിരിക്കും, ഫസ്റ്റ് കേസിൽ 7200 പ്ലസ് 120 നമുക്ക് എത്രയായിരിക്കും വരുന്നത്, 7200 പ്ലസ് 120 7440 ആയിരിക്കും ഫസ്റ്റ് കേസിൽ നമുക്ക് ടോട്ടൽ ആനുവൽ കോസ്റ്റ് വരുന്നത്. ഇനി സെക്കൻഡ് കേസിൽ വരുമ്പോഴോ 6840 പർച്ചേസ് കോസ്റ്റ് പ്ലസ് 60 ഓർഡർ കോസ്റ്റ് പ്ലസ് 228 ഹോൾഡിംഗ് കോസ്റ്റ്, ടോട്ടൽ വരുന്നത് എത്രയായിരിക്കും, 6840 പ്ലസ് 60 പ്ലസ് 228 എത്രയാണ്, 7128 ആണ് സെക്കൻഡ് കേസിൽ കോസ്റ്റ് വരിക. അപ്പോൾ എവിടെയായിരിക്കും നമുക്ക് കോസ്റ്റ് കുറവ് വരുന്നത്, ഏത് കേസിലായിരിക്കും കോസ്റ്റ് കുറവ് വരുന്നത്, ഏതാണ്, സെക്കൻഡ് കേസിലാണ്. അതായത് ഒരു തവണ 2000 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ആ ഒരു കേസിലാണ് നമുക്ക് കോസ്റ്റ് കുറവുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കുറയും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ അറ്റ് എ ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എത്രയായിരിക്കും, 2000 യൂണിറ്റ്സ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പോലെ നമുക്ക് വരുന്നൊരു കോൺസെപ്റ്റാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. അതായത് ബാച്ച് വൈസ് പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഈ ബാച്ച് വൈസ് പ്രൊഡക്ഷൻ നടത്തുന്ന ടൈമിൽ നമ്മൾ ഒരു ബാച്ചിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഒരു തവണ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യും ഒരു ഓർഡറിൽ എന്ന് ഡിസൈഡ് ചെയ്യാനായിരുന്നു. ഇനി എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ബാച്ച് വൈസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു ബാച്ചിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടാണ്. The model primarily concerned with determining the number of items that should be produced in a batch. ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്, മെഷീൻ സെറ്റപ്പ്. നമ്മൾ ഓരോ ബാച്ചും പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഓരോ ബാച്ചും സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് ഉണ്ട്. അതുപോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാർജ് ബാച്ച് ആയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ, അതായത് 2 കേസ് എടുക്കുകയാണ്, നമുക്ക് ടോട്ടൽ ഒരു വർഷം പ്രൊഡക്ഷൻ വേണ്ടത് ഒരു 10,000 യൂണിറ്റ്സ് ആണ്. 10,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് നമ്മൾ ഒരു ബാച്ചിൽ ഒരു 1000 യൂണിറ്റ്സ്, ഒരു ബാച്ചിൽ 1000, ടോട്ടൽ 10,000 ആണ് നമ്മൾ ഒരു വർഷം പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് ഒരു തവണ ഒരു ബാച്ചിൽ 5000 യൂണിറ്റ്സ് ഫിക്സ് ചെയ്യുന്നു. സെക്കൻഡ് ചെറിയ ബാച്ച്, ഒരു ബാച്ചിൽ 1000 യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ 5000 യൂണിറ്റ്സ് ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ച് സൈസ് ലാർജ് ആണെങ്കിൽ നമുക്ക് അവിടെ എത്ര നമ്പർ ഓഫ് ബാച്ചസ് ഒരു വർഷം വേണ്ടി വരും, 2 ബാച്ച് അല്ല 2 ബാച്ച്, 10 ഡിവൈഡഡ് ബൈ 5, 2 ബാച്ച് ഒരു വർഷം നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. അതുകൊണ്ട് അപ്പോൾ നമുക്ക് അവിടെ എന്താകും, 2 ബാച്ച് പ്രൊഡക്ഷനേ ഉള്ളെങ്കിൽ 2 തവണ മെഷീൻ സെറ്റപ്പ് ചെയ്താൽ മതി. അപ്പം മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷേ ഒരു തവണ നമ്മൾ 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പറ്റും, ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് അവിടെ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇനി എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാച്ച് സൈസ് കുറയ്ക്കാം. നമുക്ക് 5000 ഒരു ബാച്ചിൽ പ്രൊഡക്ഷൻ നടത്തേണ്ട,
നമ്മളൊരു 1000 യൂണിറ്റ്സ് പ്രൊഡക്ഷനായി നടത്തുന്നുള്ളൂ, ചെറിയ ബാച്ച് ആക്കുന്നു, ബാച്ച് സൈസ് കുറയ്ക്കുന്നു. ബാച്ച് സൈസ് കുറയ്ക്കുമ്പോൾ 1000 യൂണിറ്റ്സ് വെച്ചിട്ട് 10,000 പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ 10 ബാച്ചസ് വേണം അല്ലേ? അപ്പോൾ ബാച്ചിൻ്റെ നമ്പർ കൂടുമ്പോൾ അത്രയും തവണ നമ്മൾ മെഷീൻ സെറ്റ് ചെയ്യണം. അപ്പോൾ മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് അവിടെ ഹൈ ആയി. പക്ഷേ ഒരു തവണ 1000 യൂണിറ്റ്സ് കുറച്ച് ഇൻവെൻട്രി ഹോൾഡ് ചെയ്താൽ മതി. സോ ഹോൾഡിംഗ് കോസ്റ്റ് എന്തായും കുറയും. അപ്പോൾ നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും പോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ മെഷീൻ സെറ്റ് ചെയ്യുന്ന കോസ്റ്റ് കൂടുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് കുറയും. ഇനി ഹോൾഡിംഗ് കോസ്റ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഏറ്റവും കുറവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റും അതുപോലെ മെഷീൻ സെറ്റപ്പ് കോസ്റ്റും കുറച്ച് നമ്മുടെ ആ ഒരു ബാച്ച് വൈസ് ഉള്ള കോസ്റ്റ് ഏറ്റവും കുറയ്ക്കാനായിട്ട് ഒരു തവണ ബാച്ചിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ബാച്ചിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ്: √2COD ഡിവൈഡഡ് ബൈ CH ഇൻറ്റു 1 മൈനസ് D ഡിവൈഡഡ് ബൈ R. CO എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഓർഡറിംഗ് കോസ്റ്റ് അല്ല, കോസ്റ്റ് പെർ ഓർഡർ അല്ല. ബാച്ച് ക്വാണ്ടിറ്റിയുടെ കേസിൽ വരുമ്പോൾ CO എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് 1 ബാച്ച് റെഡി ടു ബി പ്രൊഡ്യൂസ്. ഒരു ബാച്ച് സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു CO ഉദ്ദേശിക്കുന്നത്, ഡിവൈഡഡ് ബൈ CH ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം തന്നെ, ഇൻറ്റു 1 മൈനസ് D ബൈ R. D എന്താണ്? നമ്മുടെ ആനുവൽ ഡിമാൻഡ് ആണ്. R എന്ന് പറയുന്നത് ആനുവൽ റീപ്ലെനിഷ്മെന്റ് റേറ്റ് അല്ലെങ്കിൽ ആനുവൽ പ്രൊഡക്ഷൻ റേറ്റ് ആണ്. നമ്മൾ ഒരു വർഷം പ്രൊഡക്ഷൻ നടത്തുന്നത് എത്രയാണ്, ആ ഒരു റേറ്റ് ആണെന്ത് R ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: AB Limited makes a component for one of the engine that it built. It uses on an average 2000 of these components steadily throughout the year. അപ്പോൾ ഒരു വർഷം നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എത്രയാണ്? നമ്മുടെ ആനുവൽ ഡിമാൻഡ് വരുന്നത് എത്രയാണ്? ഡിമാൻഡ് വരുന്നത് 2000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഡിമാൻഡ് വരുന്നത്. ഇനി the components cost $16 per unit to make, and it cost an additional $320 to set up the production process each time a batch of components is made. അപ്പോൾ നമുക്കൊരു കമ്പോണൻറ്റിന് വേണ്ടി അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് എത്രയാണ്? പെർ യൂണിറ്റ് കോസ്റ്റ് വരുന്നത് $16 ആണ്. നമുക്ക് എന്ത് വരുന്നത്? ഡിമാൻഡ് 2000, കോസ്റ്റ് വരുന്നത് $16 ആണ് കോസ്റ്റ് വരുന്നത്. ദെൻ അവിടെ നമുക്ക് സെറ്റപ്പ് കോസ്റ്റ് വരുന്നത്, മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് പെർ മെഷീൻ സെറ്റപ്പ് വരുന്നത് $320 ആണ്. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 10% പെർ യൂണിറ്റ്, 10% ഓഫ് ദ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇനി ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത് എത്രയാണ്? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10% ആണെന്ന് ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത്. കമ്പനി മേക്ക് ദീസ് കമ്പോണൻസ് അറ്റ് എ റേറ്റ് ഓഫ് 200 per week ആൻഡ് ദ ഫാക്ടറി ഈസ് ഓപ്പൺ ഫോർ 50 weeks per annum. ഇനി ഒരു വീക്കിൽ ഇവർ എത്ര കമ്പോണൻസ് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത്? 200 ആണ്. അങ്ങനെ എത്ര വീക്സ് ഉണ്ട്? 50 weeks ഉണ്ട്. അപ്പോൾ ആനുവൽ പ്രൊഡക്ഷൻ വരുന്നത് എത്രയായിരിക്കും? നമ്മുടെ ആനുവൽ പ്രൊഡക്ഷൻ വരുന്നത് എത്രയായിരിക്കും? പ്രൊഡക്ഷൻ വരുന്നത് 200 into 50 ആയിരിക്കും. അതായത് ഒരു 10,000 ആണ് നമുക്ക് എന്ത് വരിക? ആനുവൽ പ്രൊഡക്ഷൻ വരിക. അങ്ങനെയാണെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇക്വേഷൻ വരുന്നത് എന്താണ്? എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെ √2COD ഡിവൈഡഡ് ബൈ CH into 1 minus D divided by R ആണെന്ത് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൽ സോൾവ് ചെയ്യുക. √2 into CO ഇവിടെ എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ് അല്ല, നമ്മുടെ മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് ആണ്. എത്രയാണ്? 320 ആണ് വരുന്നത്. 320 into ഡിമാൻഡ് D എത്രയാണ്? D നമുക്ക് വരുന്നത് 2000 ആണ്. ഡിവൈഡഡ് ബൈ CH നമുക്ക് വരുന്നത് 10% ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ്
16 ആണ്. 16ന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? $1.6 ആണ് നമുക്ക് എന്ത് വരാം? നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 1.6 ആണ്. ഇൻറ്റു 1 മൈനസ് ഡി 2000 ആണ്. ഡിവൈഡഡ് ബൈ 6 നമുക്ക് എത്രയാണ് വരുന്നത്? 6 10,000 ആണ്. 500 ഇൻറ്റു 50 10,000 ആണ് വരുന്നത്. സോൾവ് ചെയ്യാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു 320 ഇൻറ്റു 2000 എനിക്ക് എത്രയായിരിക്കും? 12,80,000 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 2000 ഡിവൈഡഡ് ബൈ 10,000 0.2 ആണ്. 1 മൈനസ് 0.2 0.8 വരും. അപ്പോൾ 1.6 ഇൻറ്റു 0.8 1.6 ഇൻറ്റു 0.8 1.28 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ റൂട്ടേക്ക് 12,80,000 ഡിവൈഡഡ് ബൈ 1.28 വരുന്നത് 10 lakh ആണ്. അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും? 1000 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി വരുന്നത് എത്രയാണ്? 1000 യൂണിറ്റ്സ് ആണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി വരുന്നത്. അതായത് ഒരു തവണ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു ബാച്ചിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം? 1000 യൂണിറ്റ്സ് ആണ്. ദെൻ ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പോൾ ഈ ഒരു 1 മൈനസ് ഡി ബൈ ആർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡി ബൈ ആർ ചെയ്യുക, എന്നിട്ടാണ് 1 കുറയ്ക്കുക. അല്ലാതെ 1 മൈനസ് 2000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്തത് ആൻസർ തെറ്റും. 2000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്തിട്ട് വേണം 1ൽ നിന്ന് ലെസ് ചെയ്യാനായിട്ട്. പിന്നെ റൂട്ട് എടുക്കേണ്ടത് ഓവറോൾ ആണ്. ഇക്വേഷൻ വരുന്നത് എന്താണ്? എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെ റൂട്ട് 2COT ഡിവൈഡഡ് ബൈ CH ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഡി നമ്മുടെ ആനുവൽ ഡിമാൻഡും ആർ എന്തുമാണ്? ആറ് പ്രൊഡക്ഷൻ റേറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതുപോലെ ഡിസ്കൗണ്ട് വരുന്ന കേസിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെയും എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയുടെയും ഇക്വേഷൻസ് നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങളുടെ റിവിഷൻ കിറ്റിൽ നിന്നും അതുപോലെ തന്നെ എക്സാം കിറ്റിൽ നിന്നും സ്റ്റഡി ഹബിൽ നിന്നൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.